ആർ ജെ രാധാകൃഷ്ണൻ, താങ്കൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ കമ്മീഷണറായി ഇരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അങ്ങയുടെ കാലത്തെ ഞാൻ ചോദ്യം ചെയ്യല്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിനും ഉത്തരവാദിത്തത്തിലും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ഇത് അറ്റകുറ്റപ്പണി ചെയ്യാൻ ചെന്നൈയിലേക്ക് അയക്കുന്നു എന്നൊരു ഉത്തരവ് ഇറക്കുന്നു. ഇദ്ദേഹം ഈ 2019-ലും 2025-ലും 2 തവണയാണ് ഞാനിത് അറ്റകുറ്റപ്പണി നടത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നത്. 2ാമത്തെ തവണ സ്വന്തം കയ്യിൽ കൊടുത്തു വിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ തന്നെയാണോ ഒരു തിരുവാഭരണമാവട്ടെ അല്ലെങ്കിൽ മറ്റ് വളരെ വിശുദ്ധമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളൊക്കെ, അമൂല്യമായ വളരെ വില കൂടിയ സാധനങ്ങളൊക്കെ സാധാരണ നിലയിൽ ഇങ്ങനെ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് അങ്ങനെ ഒരു സാധനം ഈ നമ്മുടെ നിലവിലുള്ള റൂൾ അനുസരിച്ച്, വ്യവസ്ഥ അനുസരിച്ചും അങ്ങനെ ഒരു സാധനം പ്രിമിസസ് വിട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ളതാണ്. അതിൻ്റെ നിയമമാണ്. 2023-ലാണ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറുടെയോ പെർമിഷൻ അവരെ അറിയിച്ച് അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടേ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അപ്പോൾ 2025-ൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് ഇനി അറിയിക്കാതെയാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ വിവാദപരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ 2019-ൽ ഈ കോടതി ഉത്തരവ് ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ പോകാൻ പാടില്ലെന്ന് സ്റ്റാറ്റ്യൂട്ട് ചെയ്ത റൂൾ ഇരിക്കുകയാണ്. അപ്പോൾ റൂൾ ഇരിക്കുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. അല്ല, അത് റൂൾ അനുസരിച്ച് പറ്റില്ല. അങ്ങ് നേരത്തെ വിശദീകരിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കക്ഷി ഇങ്ങനെ നിരന്തരം വന്ന് ഞാൻ അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി തരാം എന്ന് പറയുകയും ഇവരെന്നാ പിന്നെ നിങ്ങൾ കൊണ്ടുപോയി ശരിയാക്കി വാ എന്ന് പറയുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കൂ? അല്ല, അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവാഭരണം കമ്മീഷണറെ വന്ന് സ്വാധീനിച്ച് അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണർ അടുത്ത് അപേക്ഷ തന്ന് അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണർ ഓഫീസിൽ വന്ന് ഇത് കൊണ്ടുപോയിക്കോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് യഥാർത്ഥത്തിൽ അയാൾ പോകുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസിലാണ്, ശബരിമലയാണ്. ശബരിമല പോയി ഇയാൾ റിക്വസ്റ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഉത്തരവിനകത്തും പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളത് എനിക്കും വ്യക്തമല്ല, ആർക്കും വ്യക്തമല്ല. സാധിക്കില്ലെന്നുള്ളതാണ് ഒരു സത്യം. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഡർ അല്ലേ കൊടുത്തിരിക്കും. അല്ല, അത് കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു? അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നോ എന്താണെന്നോ അയാളുടെ ഹിസ്റ്ററി എന്താണെന്നോ ഒന്നും തന്നെ അന്വേഷിക്കാൻ ആരും തുനിഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇപ്പൊ ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പ് ലോകം മൊത്തം നടന്ന് അപേക്ഷിക്കുന്നവരെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന് ഈ ഓരോ ശബരിമല ആപ്ലിക്കൻറ്റും ശബരിമലയിലേക്ക് മേൽശാന്തിയായിട്ട് കൊടുക്കുന്ന ആപ്ലിക്കൻറ്റിൻ്റെ വീട്ടിൽ പോയി കംപ്ലീറ്റ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം നടത്തിയില്ല? അപ്പോൾ അതൊക്കെ ഒരു വീഴ്ചയല്ലേ? അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് ഒരു അപേക്ഷ നൽകിയിട്ട് ഇത്രയും തൂക്കമുള്ള ഒരു സ്വർണ്ണം ഞാൻ പൂശിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അല്ല, ഈ 30 കിലോ സത്യാവസ്ഥ 30 കിലോ സ്വർണം ഉപയോഗിച്ചാണല്ലോ ഈ ശ്രീകോവിലും മറ്റുമൊക്കെ സ്വർണം പൊതിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഓരോ ഭാഗത്തും എത്ര ഗ്രാം സ്വർണം എന്ന നിലയ്ക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്ക് രജിസ്റ്ററുകൾ ഉണ്ടോ? അങ്ങ് അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഈ ദ്വാരപാലകർ തന്നെ ഇരിക്കുന്നു. ഈ ദ്വാരപാലകരുടെ കൈയുണ്ട്, കാലുണ്ട്, ചെസ്റ്റുണ്ട്, പാദമുണ്ട്, തുടയുണ്ട്, കണങ്കാലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെ ഓരോന്നിനും സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെന്നൈയിൽ പോയപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ 14 ഐറ്റം സാധനമുണ്ട്. ഓരോ ഐറ്റത്തിനും എത്ര ഗ്രാം തൂക്കം സ്വർണം പൂശുന്നതിന് മുമ്പുണ്ടെന്നും സ്വർണം പൂശിയതിന് ശേഷം എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് ഓരോ ഐറ്റം ബാറായിട്ട് അതിനകത്ത് എഴുതണം. അങ്ങനെയാണ് മഹസർ തയ്യാറാക്കിയിരിക്കുന്നത്. അതേ മഹസറിലെ സാധനങ്ങൾ തന്നെയാണ് ഈ രജിസ്റ്ററിനകത്തും എൻട്രി ചെയ്യേണ്ടത്, ഓരോ പാർട്ടും. അങ്ങനെ വരുമ്പോൾ അറിയാം പീഠം വന്നിട്ടുണ്ടോ, പീഠം പോയിട്ടുണ്ടോ, പീഠം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രജിസ്റ്റർ പോലെ ആധികാരികമായിട്ടുള്ള ഒരു രേഖ വേറെ ഒന്നുമില്ല. ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ആ തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറഞ്ഞത് വളരെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. ആ രേഖ ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്തെങ്കിലും സംഭവിക്കുമോ? രേഖ നോക്കിയല്ലേ സാധനം എടുക്കുള്ളൂ. ഈ പീഠത്തിന്റെ കാര്യം പറഞ്ഞു, ചെമ്പെന്നും പറഞ്ഞ് എഴുതാൻ പറ്റുമോ? ഇല്ല. ദ്വാരപാലകന്മാർക്ക് നേരത്തെ തന്നെ പീഠം ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞത് 2019 ഈ ദ്വാരപാലക ശില്പം തിരിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പീഠം കൊണ്ടുവന്നപ്പോൾ ഇത് തമ്മിൽ ചേർന്നില്ല, അതുകൊണ്ട് വീണ്ടും അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ കൊണ്ടുപോയത് പിന്നെ തിരികെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. പീഠം നേരത്തെ തന്നെ ഉള്ളതാണോ അതോ 2019 ഒരു വഴിപാടനുസരിച്ച് അന്നേരം കൊടുത്തതാണോ?
അല്ല, അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞാൻ തയ്യാറാക്കി കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഒരു പീഠം ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തതാണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്തുള്ള ഭാഗങ്ങൾ കാല്, കൈ, പാദം അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ആ 14 ഐറ്റമാണ് കൊണ്ടുവന്ന് സ്വർണം പൂശി കൊണ്ടുവന്നത്. അപ്പൊ ഈ പീഠം അഡീഷണൽ ആയിട്ട് കൊടുത്തതെന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് അതുവരെ ഇല്ലാതിരുന്ന പീഠം കൊടുത്തതാണല്ലോ 2019 അഡീഷണൽ ആയിട്ട് കൊടുത്തു എന്ന് ക്ലെയിം ചെയ്തതാണ്. കൊടുത്തിട്ടില്ല, കാരണം അത് ചേർന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. അതാണ് ഇപ്പൊ അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. കൊടുത്തിട്ടില്ല. അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ചേർന്നില്ല. ചേരാതെ ആ സാധനം തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പീഠം ശബരിമല സന്നിധാനത്തില്ലല്ലോ, യഥാർത്ഥത്തിലില്ലല്ലോ അല്ലേ? യഥാർത്ഥത്തിൽ അതിനകത്ത് പീഠം ഞങ്ങൾ അന്ന് പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രത്യേക പീഠമായിട്ടൊന്നും അന്ന് വന്നിട്ടില്ല. ഇതിനകത്തുള്ള സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പീഠങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അതിനുശേഷം അഡീഷണൽ ആയിട്ട് ഞാനൊരു പീഠം കൂടി സമർപ്പിക്കുന്നു എന്ന മട്ടിൽ കൊണ്ടുവന്നതാണ്. അതെ, അങ്ങനെയാണ്. ഇപ്പൊ എനിക്കറിയാൻ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഇതൊന്നും പരിശോധിക്കപ്പെടേണ്ടതോ വിവാദങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈ വാർത്തകളിലും പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ടുള്ള ന്യൂസ് അനുസരിച്ചും SP-യുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ സാധനം ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് അയാളെ തന്നെ പറയുകയാണ്. അയാളെ തന്നെ ദേവസ്വത്തിൽ കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതെ. അപ്പൊ പിന്നെ എവിടെ പോയെന്ന് അയാൾ തന്നെ കേൾക്കുകയാണ്. എന്നിട്ട് അയാളെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെടുത്തു. അയാൾ പറഞ്ഞത് കൊടുത്ത് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയ കാര്യം പറഞ്ഞില്ല, ദേവസ്വത്തിന് കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോ പലരും പറയുന്നത് തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഇപ്പൊ ശബരിമല സന്നിധാനത്തേതാണ് എന്ന് പറഞ്ഞ് പീഠമോ അതല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയോ ഒക്കെ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ വീട്ടിൽ വെച്ചാൽ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പണം അങ്ങനെ ഈ ദിവ്യ വസ്തുക്കൾ വീട്ടിൽ വെക്കാൻ വേണ്ടി ആളുകൾ കൊടുക്കാറുണ്ട്. ആ തരത്തിൽ പണം സമാഹരിക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തുക്കൾ ശബരിമല ക്ഷേത്രത്തിൻ്റെത് എന്ന് പറഞ്ഞ് ഇയാൾ ഇത് പലയിടത്ത് കൊണ്ടുപോയി പണം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ആരോപണമാണ്. എനിക്കതിന്റെ വസ്തുത അറിയില്ല. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ അതിനകത്ത് ചെറിയൊരു വാസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം ശബരിമല തന്നെ മേൽശാന്തി പുറപ്പെടാ ശാന്തിയായിട്ടാണ് ചെന്ന് പ്രവേശിക്കുന്നത്. ആ മേൽശാന്തി 1 വർഷം ഭഗവാനെ നേരിട്ട് പൂജ നടത്തി ഭഗവാനുമായിട്ട് വളരെ അടുത്ത് പ്രീതി ഉണ്ടാക്കപ്പെടുന്ന ഒരു ശാന്തിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം ശബരിമലയിൽ നിന്നും ഈ 1 വർഷം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വളരെയധികം സ്വീകരണങ്ങളും പൂജ ബുക്കിങ്ങുമാണ് ഇയാൾക്ക് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാന്തി അയ്യപ്പനുമായിട്ട് അത്രയും അടുത്തിരുന്നതായതുകൊണ്ട് അദ്ദേഹത്തിനെയും കൊണ്ടുപോയി പൂജ നടത്തുക എന്നുള്ളത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ ഉള്ള ഭക്തന്മാർക്ക് വലിയ കാര്യമാണ്. അപ്പം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ചെലവും കൊടുത്ത് ഈ ശാന്തിക്കാരെ അവിടെ കൊണ്ടുപോവുകയാണ്. അത് ഇപ്പോഴെന്നുള്ളതല്ല, പുറപ്പെടാ ശാന്തി ആകുന്നതിന് മുമ്പേ തന്നെ ഇവിടുന്ന് സീസൺ കഴിഞ്ഞിറങ്ങിയാൽ അടുത്ത മാസപൂജയ്ക്ക് മുമ്പേ ഉള്ള ഗ്യാപ്പിനകത്ത് ഈ ശാന്തിക്കാർ വെളി സ്ഥലങ്ങളിൽ പോയി പൂജ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് അവിടെ ഉള്ള ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണത്. അപ്പൊ ഇദ്ദേഹം പൂജിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ സ്വാമി നേരിട്ട് അപ്പൊ അതുപോലെ ഒരു സംഗതി ഇതിനും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീഠം അവിടെ കൊണ്ടുപോയി പൂജ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ളൊരു ഉണ്ടായിക്കുന്നില്ലല്ലോ. ശരി.